നമസ്കാരം. GK മീൻസ് MKയുടെ 5ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോർച്ചുഗീസുകാരുടെ വരവ് മുതൽ കേരളപ്പിറവി വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഈ ലക്കത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തെക്ക് വേണാട്, മധ്യഭാഗത്ത് കൊച്ചി, വടക്ക് സാമൂതിരി രാജ്യം, കോലത്തുനാട് എന്നിങ്ങനെ പോർച്ചുഗീസുകാർ വരുമ്പോൾ വലുതും ചെറുതുമായി കിടന്നിരുന്ന അനേകം നാട്ടുരാജ്യങ്ങളായിരുന്നു കേരളം. ആഫ്രിക്കൻ വൻകര ചുറ്റിക്കൊണ്ട് ഇന്ത്യയിലേക്ക് പുതിയ സമുദ്രമാർഗം കണ്ടെത്തിയത് വാസ്കോ ഡ ഗാമ എന്ന പോർച്ചുഗീസ് നാവികനാണ്. കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ് ഇദ്ദേഹം ആദ്യം എത്തിയത്. പിന്നീട് പോർച്ചുഗീസുകാർ വൻ ശക്തിയായി മാറുകയും 100-ലേറെ വർഷങ്ങൾ കേരളത്തിൽ തുടരുകയും ചെയ്തു. മാർക്കോ പോളോ എന്ന ഇറ്റാലിയൻ സഞ്ചാരിയാണ് കുരുമുളകിന്റെ കലവറയാണ് ഇന്ത്യയിലെ മലബാർ തീരങ്ങൾ എന്ന അറിവ് യൂറോപ്പിൽ എത്തിച്ചത്. 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയതോടെയാണ് കേരളത്തിൽ യൂറോപ്യൻ ആധിപത്യത്തിന് ആരംഭമായത്. അറബികളെ ഒഴിവാക്കി പോർച്ചുഗീസുകാരുമായുള്ള കച്ചവട സഖ്യത്തിന് സാമൂതിരി താല്പര്യം കാണിച്ചില്ല. കോഴിക്കോട് തീരം വിട്ട ഗാമയ്ക്ക് സാമൂതിരിയുടെ എതിരാളിയായ കോലത്തിരി എല്ലാ വാണിജ്യ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്ത് ഗാമയുടെ കപ്പലിനെ കണ്ണൂരിനടുത്ത് കോലത്തുനാട്ടിൽ നങ്കൂരം വിടുവിച്ചു. കോലത്തിരിയും ഗാമയും തമ്മിലുള്ള വാണിജ്യ കരാർ അനുസരിച്ച് യാത്രയ്ക്ക് ചെലവായതിന്റെ 60 മടങ്ങ് വിലയ്ക്കുള്ള ചരക്കുകളുമായാണ് ഗാമ മടങ്ങിയത്. 15 കപ്പലുകളും 800 ആളുകളുമായി കേരളത്തിലെത്തിയ ഗാമ സാമൂതിരിയോട് കൊമ്പ് കോർക്കുകയും കോഴിക്കോട് ആക്രമിക്കുകയും ചെയ്തു. കൊച്ചി രാജാവിനെ പ്രീണിപ്പിച്ച് കൊച്ചിയിലെ കുരുമുളകും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുക്കണമെന്ന കരാർ ഒപ്പുവെപ്പിച്ചു. വർഷങ്ങൾക്കകം കൊച്ചി രാജ്യം പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായി. 1503 ഫ്രാൻസിസ്കോയുടെ നേതൃത്വത്തിൽ വലിയൊരു പോർച്ചുഗീസ് നാവിക സംഘം കൊച്ചിയിലെത്തി. സാമൂതിരിയുടെ സൈന്യത്തെ തോൽപ്പിച്ച് കൊച്ചി രാജാവിനെ കൊച്ചി സിംഹാസനത്തിൽ പുനഃപ്രതിഷ്ഠിച്ചു. ഉപകാരസ്മരണയ്ക്കായി യൂറോപ്യന്മാരുടെ ഇന്ത്യയിലെ 1ാമത്തെ കോട്ടയ്ക്ക് കൊച്ചിയിൽ അടിത്തറയിടാൻ രാജാവ് അനുമതി നൽകി. പോർച്ചുഗീസ് സൈന്യം സാമൂതിരിയിൽ നിന്ന് കൊടുങ്ങല്ലൂർ പിടിച്ചെടുത്ത് ചുറ്റും കോട്ടമതിൽ കെട്ടുകയും ചെയ്തു. പോർച്ചുഗീസുകാർ കേരളത്തിൽ പണിത കോട്ടകൾ ഏതെല്ലാമാണെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 1503 പോർച്ചുഗീസുകാർ കൊച്ചിയിൽ ആദ്യത്തെ കോട്ട പണിയുന്നത്. ഇത് കൊച്ചി കോട്ട എന്നും ഫോർട്ട് മാനുവൽ എന്നും അറിയപ്പെട്ടു. എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം കോട്ട, തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട, കണ്ണൂരിലെ സെയിന്റ് ആഞ്ചലോ കോട്ട എന്നിവയും പോർച്ചുഗീസ് നിർമ്മിച്ചവയാണ്. പോർച്ചുഗീസ് ഭരണകാലത്താണ് ചവിട്ടുനാടകം ആവിർഭവിച്ചതെന്നാണ് വിശ്വാസം. ചുവടിന് അഥവാ ചവിട്ടിന് പ്രാധാന്യം നൽകുന്ന നാടകമാണ് ചവിട്ടുനാടകം. 1524 വീണ്ടും എത്തിയ ഗാമയുടെ ഭരണം 3 മാസം മാത്രമാണ് നിലനിന്നത്. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് അന്തരിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചി നഗരത്തിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ സംസ്കരിച്ചു. മലയാളത്തിലെ പോർച്ചുഗീസ് പദങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കിവിടെ ഒന്ന് നോക്കാം. അലമാര, പപ്പായ, കപ്പ, വീഞ്ഞ്, ഇസ്തിരി, ജനാല, മേശ, കുരിശ്, വരാന്ത, കടലാസ്, സവാള, കപ്പിത്താൻ, ചാക്ക്, പേന, പേര എന്നീ വാക്കുകളെല്ലാം പോർച്ചുഗീസിൽ നിന്നുള്ള വാക്കുകളാണ്. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന വിളകൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. കശുമാങ്ങ, പൈനാപ്പിൾ, പപ്പായ, വറ്റൽമുളക്, പേരയ്ക്ക എന്നിവയാണ് പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന വിളകൾ. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദയം. 1600 പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരക്കാരെ വധിക്കുന്നത്. പോർച്ചുഗീസുകാർ കോഴിക്കോടെത്തി 106 വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു ഡച്ചുകാരുടെ വരവ്. 1603 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. 1604 ഡച്ച് അഡ്മിറൽ വാൻഡർ ഹാഗൻ കണ്ണൂരിലെത്തുന്നു. പിന്നീട് കോഴിക്കോടും ചേറ്റുവായിലും എത്തി സാമൂതിരിയുമായി കരാർ ഒപ്പിടുന്നു. ഇന്ത്യൻ രാജാവും ഡച്ചുകാരും തമ്മിലുള്ള ആദ്യത്തെ ഉടമ്പടിയാണ് 1604 നടക്കുന്നത്. 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധികൾ കോഴിക്കോട്ടേക്ക് എത്തുന്നു. 1616 ഡച്ച് കമ്പനി പ്രതിനിധി വാൻഡൻ ബ്രൂക്ക് കോഴിക്കോടേക്ക് എത്തുന്നു. പോർച്ചുഗീസുകാരെ ഒഴിപ്പിക്കാൻ സഹകരിക്കാമെന്ന് സാമൂതിരിക്ക് ഉറപ്പുകൊടുക്കുകയും ചെയ്തു. 1621 പോർച്ചുഗീസുകാർക്കെതിരെ മലബാറിൽ ഡച്ച് ഇംഗ്ലീഷ് ഉപരോധം ഏർപ്പെടുത്തി. 1625 പോർച്ചുഗീസുകാരെ ഓടിക്കുന്നതിന്റെ ഭാഗമായി ഡച്ച് അഡ്മിറൽ വാൻസ്പ്യൂൾട്ട് സാമൂതിരിയെ സന്ദർശിച്ച് സംഭാഷണം നടത്തുകയും ഡച്ചുകാർക്ക് പ്രതിവർഷം 3000 കണ്ടി മുളക് നൽകാമെന്ന് സാമൂതിരിയുടെ വാഗ്ദാനം നേടിയെടുക്കുകയും ചെയ്തു. 1642
ഉത്തര കേരളത്തിൽ നിന്നും ഡച്ചുകാർ മധ്യ കേരളത്തിലെത്തി ചെമ്പകശ്ശേരിയിൽ നിന്ന് ഇഞ്ചിയും കുരുമുളകും ശേഖരിക്കുവാനും അവിടെ ഫാക്ടറി സ്ഥാപിക്കുവാനും ഡച്ചുകാരുമായി ഉടമ്പടിയാവുകയും ചെയ്തു. 1644 വിഴിഞ്ഞത്ത് ഇംഗ്ലീഷുകാർ പാണ്ടികശാല സ്ഥാപിക്കുന്നു. 1650 കായംകുളവുമായി ഡച്ചുകാർ സൗഹൃദം സ്ഥാപിക്കുകയും അവിടെ പാണ്ടികശാല സ്ഥാപിക്കുകയും ചെയ്യുന്നു. 1658 ഡച്ച് അഡ്മിറൽ വാൻ വൂസ് പോർച്ചുഗീസുകാരിൽ നിന്ന് കൊളംബോ പിടിച്ചെടുത്ത ശേഷം കേരളത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുകയും അവർ കൊല്ലം കോട്ട പിടിച്ചെടുത്ത ശേഷം കൊല്ലം റാണിയുമായി കരാറുണ്ടാക്കുകയും ചെയ്തു. 1659 പോർച്ചുഗീസുകാർ കൊല്ലം കോട്ട തിരിച്ചുപിടിക്കുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, 1644 വിഴിഞ്ഞത്ത് ഇംഗ്ലീഷുകാരാണ് പാണ്ടികശാല സ്ഥാപിക്കുന്നത്. 1650 ഡച്ചുകാരാണ് കായംകുളത്ത് പാണ്ടികശാല സ്ഥാപിക്കുന്നത്. കൊല്ലം കോട്ട പിടിച്ചെടുക്കുന്നത് 1658 1661 വാൻ ഗൂൺസ് മറ്റൊരാക്രമണത്തിലൂടെ കൊല്ലം തിരിച്ചുപിടിക്കുകയും കൊല്ലവും വേണാടുമായി ഡച്ച് ഉടമ്പടി വയ്ക്കുകയും ചെയ്തു. 1662 അഡ്മിറൽ വാൻഡർ മേഡന്റെ നേതൃത്വത്തിൽ ഡച്ചുകാർ പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. 1663 കൊച്ചി ഡച്ചുകാർക്ക് അധീനമായി. കൊച്ചിയിലെ പുതിയ രാജാവും ഡച്ചുകാരും തമ്മിൽ ഉടമ്പടിയാവുകയും കണ്ണൂരിലെ സെയിന്റ് ആഞ്ചലോസ് കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ പിടിച്ചെടുത്തു. അതോടെ കേരളത്തിൽ ഡച്ച് കാലഘട്ടത്തിന് തുടക്കമാവുകയും പോർച്ചുഗീസ് യുഗം അവസാനിക്കുകയും ചെയ്തു. ഇവിടെ ഒരു കാര്യം ഓർക്കുക, 1663 ഡച്ച് കാലഘട്ടത്തിന് തുടക്കമാകുന്നതും പോർച്ചുഗീസ് യുഗം കേരളത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നത്. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നു. 1672 വേണാട്ടിൽ രാജാവും യോഗക്കാരും പിള്ളമാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. 1673 ഹെൻറിക് വാൻ റീഡ് കൊച്ചിയിൽ കമാൻഡറായി എത്തുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പോർത്തൂസ് മലബാറിക്കൂസ് എന്ന പുസ്തക രചന ആരംഭിക്കുന്നു. 1678 പോർത്തൂസ് മലബാറിക്കസ് എന്ന വിശിഷ്ട ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. 1680 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തതോടെ അവിടെ നിന്ന് ഇംഗ്ലീഷുകാരെ പുറത്താക്കി. അതോടെ ഇംഗ്ലീഷുകാർ വ്യാപാരം പൊന്നാനിയിലേക്ക് വ്യാപിപ്പിച്ചുവെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. 1684 ഇംഗ്ലീഷുകാർ ആറ്റിങ്ങൽ റാണിയെ സന്ദർശിച്ച് അഞ്ചുതെങ്ങിൽ കോട്ട കെട്ടാൻ അനുവാദം വാങ്ങി. 1695 അഞ്ചുതെങ്ങ് കോട്ട പൂർത്തിയാക്കി. ഡച്ചുകാർ ഭയപ്പെട്ടതുപോലെ അത് ഇംഗ്ലീഷുകാരുടെ കേരളത്തിന്റെ ഭാഗ്യവാതിലായി മാറുകയും ചെയ്തു. 1708 തലശ്ശേരി കോട്ട ഇംഗ്ലീഷുകാർക്ക് ലഭിക്കുന്നു. 1710 വെട്ടം യുദ്ധം അവസാനിക്കുന്നു. ഡച്ചുകാർക്ക് ചേറ്റുവയും പാപ്പിനിവട്ടവും ലഭിച്ചു. 1714 ഡച്ചുകാർ ചേറ്റുവയിൽ കോട്ട കെട്ടി. 1715 സാമൂതിരി ചേറ്റുവ ഡച്ചുകാരിൽ നിന്ന് തിരിച്ചുപിടിക്കുന്നു. 1716 ചേറ്റുവായും പാപ്പിനിവട്ടവും ഡച്ചുകാർ തിരിച്ചുപിടിക്കുന്നു. 1718 ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ പുതിയ ഉടമ്പടി ഉണ്ടാവുകയും ഡച്ചുകാർ കേരളത്തിന്റെ പ്രധാന ശക്തിയായി മാറുകയും ചെയ്തു. 1721 ഇംഗ്ലീഷുകാർക്കെതിരെ ആറ്റിങ്ങൽ കലാപം ഉണ്ടാവുകയും ചെയ്തു. 1723 വേണാടും ഇംഗ്ലീഷുകാരും തമ്മിൽ പുതിയ ഉടമ്പടി ഉണ്ടായി. 1725 മയ്യഴി ഫ്രഞ്ചുകാർ പിടിച്ചെടുത്തു. 1729 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വേണാട് രാജാവ് വേണാടിനെ വിശാല തിരുവിതാംകൂറാക്കി മാറ്റാനുള്ള യുദ്ധം ആരംഭിക്കുന്നു. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ തോൽപ്പിക്കുന്നു. തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ പുതിയ സന്ധിയിൽ ഏർപ്പെടുകയും ചെയ്തു. 1750 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യം കുലദൈവമായ ശ്രീപത്മനാഭന് സമർപ്പിക്കുന്നു. അതോടെ തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീപത്മനാഭദാസന്മാരായി. 1755 ഉത്തര കേരളത്തിലെ ഡച്ച് പ്രദേശങ്ങളിൽ സാമൂതിരിയുടെ ആക്രമണം ഉണ്ടാകുന്നു. 1758 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അന്തരിച്ചു. ശ്രീ ധർമ്മരാജാവ് പുതിയ രാജാവായി സ്ഥാനമേൽക്കുകയും ചെയ്തു. 1762 തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ഉടമ്പടി ഉണ്ടായി. 1766 ഹൈദരാലിയുടെ ആക്രമണമുണ്ടായി. 1788 ടിപ്പുവിന്റെ മുന്നേറ്റം കൊച്ചി, കൊടുങ്ങല്ലൂർ, ആയിക്കോട്ട എന്നിവ മൈസൂറിന് നൽകാൻ ടിപ്പുവിന്റെ അന്ത്യശാസനം ഉണ്ടായെങ്കിലും ഡച്ചുകാർ ഇത് തിരുവിതാംകൂറിന് വിൽക്കുകയാണ് ചെയ്തത്. 1791 കൊച്ചി രാജാവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയോടെ കൊച്ചി രാജ്യവും ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയിലായി. ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജ്യമായ കൊച്ചി വർഷം തോറും ഇംഗ്ലീഷുകാർക്ക് കപ്പം കൊടുക്കേണ്ടി വന്നു. 1792 ശ്രീരംഗപട്ടണ കരാർ
മൈസൂർ രാജാവായ ടിപ്പു സുൽത്താന്റെ അധീനതയിലായിരുന്ന മലബാർ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. 1793 ബ്രിട്ടീഷ് മലബാർ നിലവിൽ വന്നു. പഴശ്ശിരാജ ഇംഗ്ലീഷുകാർക്കെതിരെ തിരിയുകയും ചെയ്തു. 1795 കൊച്ചിയിലെ ഡച്ച് കോട്ട ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്തു. കേരളത്തിലെ ഡച്ച് ഭരണം അവസാനിക്കുകയും ചെയ്തു. 1793 ഒന്നാം പഴശ്ശി കലാപം ഉണ്ടാവുകയും 1797 ചിറക്കൽ രാജാവിന്റെ മധ്യസ്ഥതയിൽ ഒന്നാം പഴശ്ശി കലാപം അവസാനിക്കുകയും ചെയ്തു. 1799 ടിപ്പു കീഴടങ്ങുകയും കൊല്ലപ്പെടുകയും ചെയ്തതോടെ വയനാട്, ഹോസ്ദുർഗ തുടങ്ങിയ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി. ഇതോടെ കേരളം മുഴുവനും ബ്രിട്ടീഷ് ആധിപത്യ കീഴിലാവുകയും ചെയ്തു. 1800 രണ്ടാം പഴശ്ശി കലാപത്തിന് തുടക്കം കുറിച്ചു. ഇംഗ്ലീഷുകാരുടെ വയനാട് കൈയടക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പഴശ്ശി രണ്ടാമതും കലാപം തുടങ്ങിയത്. 1802 ഇംഗ്ലീഷുകാരുടെ പനമരം കോട്ടയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. 1805 നവംബർ 30 വയനാട്ടിലെ പുൽപ്പള്ളിയിൽ പഴശ്ശിരാജ വീരമൃത്യു വരിച്ചു. 1808 തിരുവിതാംകൂർ തലവ വേലുത്തമ്പിയും കൊച്ചി പ്രധാനമന്ത്രി പാലിയത്തച്ഛനും ഇംഗ്ലീഷുകാർക്കെതിരെയുള്ള കലാപത്തിന് തുടക്കം കുറിച്ചു. 1809 ജനുവരി 11 വേലുത്തമ്പി തളവ ഇംഗ്ലീഷുകാർക്കെതിരെ കുണ്ടറ വിളംബരം നടത്തി. 1809 ജനുവരി 19 കൊച്ചി തിരുവിതാംകൂർ സൈന്യം കൊച്ചിയിലെ ഇംഗ്ലീഷുകാർക്കെതിരെ ആക്രമണം നടത്തി. 1888 മാർച്ച് 30 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. അതായത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ഉത്തരവ് പുറപ്പെടുവിച്ചു. 1888 ആഗസ്റ്റ് 23 ദിവാന്റെ അധ്യക്ഷതയിൽ ആദ്യ യോഗം നടന്നു. മഹാരാജാവ് വിളംബരമായി ഒപ്പുവെക്കേണ്ട നിയമങ്ങൾ ഈ കൗൺസിലാണ് ആദ്യം പാസാക്കിയിരുന്നത്. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പണം നടന്നു. പരദേശി ബ്രാഹ്മണരെ മാത്രം തിരുവിതാംകൂർ രാജകീയ സർവീസിൽ നിയമിക്കുന്നതിനെതിരെ നാനാജാതി മതസ്ഥരായ 10,000-ലധികം പേർ ഒപ്പിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഈ നിവേദനം മലയാളക്കരയിലെ ആദ്യത്തെ ജനകീയ വിപ്ലവം എന്ന് കണക്കാക്കാം. 1896 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിന് ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച മഹാനിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. 1904 ശ്രീമൂലം പ്രജാസഭ രൂപവത്കരിച്ചു. ഭരണത്തിൽ ജനഹിതം അറിയാൻ തിരുവിതാംകൂറിൽ രൂപീകരിച്ച മറ്റൊരു സഭയാണ് ശ്രീമൂലം പ്രജാസഭ അഥവാ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി. 1905 മെയ് 1 സഭയ്ക്ക് പുതിയ നിബന്ധനകൾ വന്നു. ഇത് പ്രകാരം വിവിധ മേഖലകളിലെ 77 മെമ്പർമാരെ തിരഞ്ഞെടുപ്പിലൂടെയും 23 പേരെ നാമനിർദ്ദേശം വഴിയും നിശ്ചയിച്ചു. 1907 ശ്രീമൂലം പ്രജാസഭയിൽ നിന്ന് 4 അംഗങ്ങളെ നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കുവാൻ അനുവാദം ലഭിച്ചു. അധസ്ഥിതരുടെ ശബ്ദം ആദ്യമായി അധികാര കേന്ദ്രത്തിൽ എത്തിയത് ഈ സഭ വഴിയാണ്. അതുപോലെ വനിതകൾക്കും ശ്രീമൂലം പ്രജാസഭയിൽ അംഗങ്ങളാകാൻ കഴിഞ്ഞുവെന്നതാണ് മറ്റൊരു പ്രത്യേകത. 1910 തിരുവിതാംകൂർ ഭരണകൂടം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തി. 1925 ഏപ്രിൽ 3 കൊച്ചിയിൽ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ യോഗം നടന്നത്. 1931 ഡിസംബറിൽ സർക്കാർ ദി ട്രാവൻകൂർ പബ്ലിക് സർവീസ് റിക്രൂട്ട്മെന്റ് കമ്മിറ്റിയെ നിയമിച്ചു. ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിയമനങ്ങൾക്ക് സർക്കാർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത്. 1932 ഒക്ടോബർ 28 അദ്ദേഹം നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചു. ഇതുവഴി ശ്രീമൂലം അസംബ്ലി എന്ന അധോസഭയും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്ന ഉപരിസഭയും രൂപീകരിച്ചു. 1933 ജനുവരി 1 ഇരു സഭകളും നിലവിൽ വന്നത്. 1947 സെപ്റ്റംബർ 4 ഉത്തരവാദ ഭരണം മഹാരാജാവ് അനുവദിച്ചു. ഭരണനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ഈ സഭയെ പിന്നീട് നിയമസഭയാക്കി മഹാരാജാവ് അംഗീകരിച്ചു. അതോടെ പട്ടംതാണുപിള്ള പ്രധാനമന്ത്രിയായി ആദ്യ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. കൊച്ചി രാജാവ് പരീക്ഷത്ത് തമ്പുരാൻ പെൻഷൻ വാങ്ങി സാധാരണ പൗരനാകാൻ ആഗ്രഹിച്ചു. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ പുതിയ സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് തുല്യമായ രാജപ്രമുഖനായി. അദ്ദേഹത്തിന്റെ കീഴിൽ പിന്നീട് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ജനകീയ മന്ത്രിസഭകൾ നിലവിൽ വന്നു. തിരുക്കൊച്ചിയിലെ ജനകീയ മന്ത്രിസഭകൾ 24/3/1948 പട്ടംതാണുപിള്ള പ്രധാനമന്ത്രിയായുള്ള ആദ്യ ജനകീയ മന്ത്രിസഭ അധികാരമേറ്റു.
20/10/1948 പറവൂർ TK നാരായണപിള്ള പ്രധാനമന്ത്രിയായി മന്ത്രിസഭ രൂപീകരിച്ചു. 1/7/1949 തിരുക്കൊച്ചി സംയോജനത്തെ തുടർന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായി മാറി. പറവൂർ TK മുഖ്യമന്ത്രിയായി തുടർന്നു. 3/3/1951 C. കേശവൻ മുഖ്യമന്ത്രിയായി. 12/3/1952 AJ ജോൺ മുഖ്യമന്ത്രിയായി. 16/3/1954 പട്ടംതാണുപിള്ള മുഖ്യമന്ത്രിയായി. 14/2/1956 പനമ്പിള്ളി ഗോവിന്ദമേനോൻ മുഖ്യമന്ത്രിയായി. 1/11/1956 ഐക്യകേരളം രൂപം കൊണ്ടു. 1956 നവംബർ 1 ഐക്യകേരളം നിലവിൽ വന്നതോടെ രാജപ്രമുഖന്റെ ഉപദേഷ്ടാവായിരുന്ന VS റാവു ആക്ടിംഗ് ഗവർണറായി. അധികം താമസിയാതെ കേരള ഗവർണറായി ഡോക്ടർ B. രാമകൃഷ്ണ റാവു നിയമിതനായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 ഏപ്രിൽ 5 അധികാരത്തിൽ വന്നു. Thanks for watching.